സോ ഹേ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ, ഈസ്റ്റ് കോസ്റ്റ് വിജയൻ്റെ പക്കൽ നിന്നും ഇറങ്ങുന്ന ഒരു സിനിമയാണ് കള്ളനും ഭഗവതിയും. നൗ ഈസ്റ്റ് കോസ്റ്റ് വിജയൻ ആരാണെന്ന് നീ ചോദിച്ചാൽ അവിടെ വന്ന് നിന്നെ ഞാൻ കുനിച്ചിരുത്തിയിടുകയും എവറി 90s കിഡ്സ് ന്യൂസ് അവൻ്റെ വാല്യുബിൾ പാട്ടുകൾ ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. സോ ഇഫ് യു ആർ എ 2000s കിഡ്സ് ഐ ഡോണ്ട് നോ, യു ജസ്റ്റ് മിസ്ഡ് ഇറ്റ് ഔട്ട്. അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. ഒരു പ്രണയഗാനമുണ്ട്, അത് ആ സമയത്ത് ഫുൾ ടൈം ഈസ്റ്റ് കോസ്റ്റ് വിജയൻ അവതരിപ്പിക്കുന്ന എന്ന് പറഞ്ഞ കുറച്ച് പ്രണയഗാനങ്ങൾ ഇറങ്ങിയ ഒരു സമയം ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നോ, ഇങ്ങനത്തെ ഒരു മാസ് അഡ്വർടൈസിങ് ആ ഒരു സമയത്ത് ഇങ്ങനെയല്ലാണ്ട് വേറെ ആരും ചെയ്തിട്ടില്ല. ഐ മീൻ ട്രൂലി. ബട്ട് എനിവേ, the talk of this video is the movie called Karlanum Bhagavathiyam. Yes, the robber and the goddess. Starring Vishnu Unnikrishnan, Moksha and Anusri. And yes, this lady called Moksha ഒരു ബംഗാളി നടിയാണ്. കാരണം ഇത്രയും ചൈതന്യമുള്ള മുഖമുള്ള ഒരു നടി നമ്മുടെ മോളിവുഡിൽ എവിടെയും കണ്ടില്ല. നല്ല കോമഡിയാണ്. കാരണം ആൾ സെലക്ട് ചെയ്യാനുള്ളൊരു കാരണം പറയുന്നത്, ഇതിന് ഡയറക്ടർ സ്ക്രിപ്റ്റ് റൈറ്ററൊക്കെ പറയുന്നത്, മോക്ഷനെ കണ്ടപ്പോൾ ഭഗവതിയുടെ റോള് ചെയ്യാനുള്ളൊരു ചൈതന്യം ആ മുഖത്ത് അവർ കണ്ടു എന്നാണ് പറയുന്നത്. സിനിമയിലുടനീളം എന്തൊക്കെയോ ഉണ്ട്. ഒരു വെറൈറ്റി മുഖം ആയതുകൊണ്ട്, നമ്മൾ എന്താ പറയുക, ആദ്യമായിട്ട് കാണുന്നൊരു മുഖമായതുകൊണ്ട് അങ്ങനെ തന്നെയാണ് കരുതിയത്. സിനിമയിലുടനീളം അത്യാവശ്യ രീതിയിൽ ഒരു എന്താ പറയുക, ഒരു നോൺ മലയാളീസ് സംസാരിക്കുന്ന ഒരു മലയാളീസ് ഉണ്ടല്ലോ, അങ്ങനത്തെ ഒരു ഡയലോഗ് ഡെലിവറി ആയിരുന്നു കക്ഷിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആൻഡ് പുതുമുഖമായതുകൊണ്ട് തന്നെ, മലയാളത്തിൽ പുതുമുഖമായതുകൊണ്ട് തന്നെ ഐ വാസ് വാച്ചിങ് ഹിയർ. കൊള്ളാം, ആളുടെ റോൾ നല്ല അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് യെസ്, ഐ മിസ്ഡ് ഔട്ട് ഓൺ പാർട്ട്. ഡയറക്ടർ പറഞ്ഞ ഒരു കാര്യം, വെസ്റ്റ് ബംഗാൾ, ഷീ ഈസ് ഫ്രം ബംഗാളി ആയതുകൊണ്ട് തന്നെ ആ കക്ഷിയുടെ മുഖം കണ്ടപ്പോൾ തന്നെ ഡയറക്ടറിന് ഓർമ്മ വന്നത് ദുർഗാദേവിനാണ്. അപ്പോൾ തന്നെ തീരുമാനിച്ചു കക്ഷീനെ അങ്ങോട്ട് കാസ്റ്റ് ചെയ്യുക എന്നുള്ളത്. ആൻഡ് ദിസ് ഹാപ്പൻഡ്. നൗ ടോക്കിംഗ് അബൌട്ട് ദ മൂവി, ഒരു കോമഡി ഫാൻറ്റസി മൂവിയാണ്. നൗ വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ സ്ഥിരം ഡയലോഗ് ഡെലിവറി, കോമഡീസ്, എന്താ പറയുക, നമ്മുടെ സ്വയം സംസാരിച്ച് കോമഡി പറയുന്ന ആ ഒരു ശൈലി ഉണ്ടല്ലോ, അത് ഒരു ഇത്തിരി കൂടി കൂട്ടിയിട്ടാണ് ഈ സിനിമയിലുള്ളത്. സോ എവിടെയൊക്കെയോ ഇത്തിരി ഓവറാണെന്നുള്ള ഫീലിംഗ് എനിക്ക് തോന്നി. എസ്പെഷ്യലി ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫിൻ്റെ ആ ഒരു തുടക്കത്തിലൊരു ഭാഗമുണ്ട്. ഐ മീൻ ക്രിസ്മസ് നടക്കുന്ന ആ ഒരു ടൈമിൽ ഇവൻ ചെന്ന് എല്ലായിടത്തും ചെന്ന് ആ കർത്താവിനെ ഒറ്റിക്കൊടുത്ത യുദാസ്, എനിക്ക് വെള്ളിക്കാശിന് ഒറ്റിക്കൊടുത്ത ഈ ഒരു സെയിം ഡയലോഗ് 3-4 തവണ, സെയിം ഡയലോഗ് 3-4 തവണ പല സീക്വൻസിൽ ഇങ്ങനെ പറയുന്നുണ്ട്. സോ അത് എനിക്കതിൻ്റെ ദഹിച്ചില്ല. ഐ മീൻ ഒരു തവണ പറഞ്ഞ് ഓഡിയൻസിനെ ഒന്ന് രസിപ്പിച്ച് പിന്നെ വീണ്ടും ഇത് പറഞ്ഞ് വെറുപ്പിക്കേണ്ട കാര്യം. ഐ മീൻ ഓഡിയൻസ് ഓൾറെഡി ആ ഒരു ഡയലോഗ്, ആ ഒരു കോമഡി കേട്ടു. പിന്നെ കക്ഷി ഒരു ബസ് സ്റ്റോപ്പിൽ ചെന്നിരുന്ന് പട്ടിയോട് സംസാരിക്കുന്ന ഒരു സീൻ, ഐ മീൻ ആ സീനിൻ്റെ ആവശ്യം തന്നെ അവിടെ ഇല്ല. ബട്ട് എന്നിരുന്നാലും തുടക്കത്തിൽ ഒരു ലേശം വലിപ്പിക്കലുണ്ട് പടത്തിൽ. ബട്ട് എനിവേ, പടം ഓവറോൾ ഒന്ന് കണ്ടു രസിച്ചു. ആൻഡ് എന്താ പറയുക, ക്യാമിയോ റോൾസ് പോലെയാണ് സലീം കുമാറും പിന്നെ അൽതാഫ് ഇവരൊക്കെ വന്നു പോയത്. പ്രത്യേകിച്ച് വലിയ റോളൊന്നുമില്ല. ഒരു സിനിമയുടെ ഓരോ ഘട്ടങ്ങളിൽ അവർക്ക് ചെറിയ റോളുകളൊക്കെ കൊടുത്ത് നിർത്തി അവരൊക്കെ ഉള്ളതുകൊണ്ട് സിനിമ അങ്ങോട്ട് നിറഞ്ഞു നിന്നു. ബട്ട് എനിവേ, ദ സെൻറ്റർ ഓഫ് ദി ഫിലിം വാസ് ഭഗവതി. സോ ഭഗവതി എന്താ പറയുക, ഈ ഒരു വിഷ്ണു അഭിനയിക്കുന്ന ക്യാരക്ടർ ഒരു കള്ളനാണ്, കള്ളൻ മാത്തപ്പൻ. സോ കള്ളൻ മാത്തപ്പൻ ഈ ഒരു പേരുള്ളത് കൊണ്ട് കക്ഷി ജീവൻ കൊടുക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയാണ് അനുശ്രീനെ വന്ന് പരിചയപ്പെടുന്നതും അനുശ്രീ പറയുന്നതും എന്തായാലും നീ ചാവാൻ പോകുന്നതല്ലേ. സോ അപ്പുറത്ത് ഒരു ഭഗവതി, ഈ കടവിൻ്റെ അപ്പുറത്ത് ഒരു പഴയ ക്ഷേത്രമുണ്ട്, അത് ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുകയാണ്. അവിടെ ഈ ഒരു ഭഗവതിയുടെ വിഗ്രഹം ഇരിക്കുന്നുണ്ട്, പഞ്ചലോഹമാണ്. അതെടുത്ത് പൊക്കി വിറ്റ് കഴിഞ്ഞാൽ അത്യാവശ്യം കാശ് കിട്ടും. സോ നീ അത് പോയി ചെയ്യും, കാരണം അത് ചെയ്തവരാരും ജീവനോടെ ഇരിക്കുന്നില്ല. സോ നീ അത് ചെയ്ത് മരിക്കണമെങ്കിൽ മരിച്ചോ, നീ അത് കിട്ടുകയാണെങ്കിൽ അത് വിറ്റ് കാശാക്കി ജീവിച്ചോ എന്ന രീതിയിൽ. സോ അങ്ങനെയാണ് കള്ളൻ മാത്തപ്പൻ അവിടെ പോയി സാധനം പൊക്കുന്നതും പിന്നെ ഭഗവതിയെ നേരിട്ട് കാണുന്നതും. അങ്ങനെ ഭഗവതിയും കള്ളൻ മാത്തപ്പനും തമ്മിലുള്ള ഒരു കണക്ഷൻ ഉണ്ടല്ലോ,
ഭഗവതി വരുമ്പോൾ കള്ളൻ മാത്തപ്പൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാറ്റങ്ങളാണ് സിനിമയിൽ പിന്നെ ഇവിടെ നീളം പിന്നെ കാണിക്കുന്നത്. അത് അത്യാവശ്യം രസകരമായിട്ട് എടുത്തിട്ടുണ്ട്. കള്ളൻ മാത്തപ്പൻ പിന്നെ എന്താ പറയുക, നന്നായി വരികയും പിന്നെ നല്ല രീതിയിൽ ജീവിച്ചു പോവുകയും ഒരു ഫാൻറ്റസി സിനിമ 9 എടുക്കുന്നുണ്ട്. രസമായിട്ട് കണ്ടിരിക്കാം. ആൻഡ് ഐ തിങ്ക് ഈ ഒരു ഫിലിം ടാർഗറ്റ് ചെയ്യുന്ന ഓഡിയൻസ് ഫാൻറ്റസി ഇഷ്ടപ്പെടുന്നവരായിരിക്കും. ഇപ്രാവശ്യത്തെ ഈ ജനറേഷനിലെ കുട്ടികൾ ഫാൻറ്റസി ഇഷ്ടപ്പെടുന്നവരാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ടോം ആൻഡ് ജെറി കാർട്ടൂൺ നെറ്റ്വർക്ക് പൂട്ടി, ആ ചാനൽ ഇപ്പോൾ ഇല്ല, അവരുടെ വെബ്സൈറ്റും പൂട്ടി. കാരണം കാർട്ടൂൺസ് കാണാൻ ഇപ്പോൾ ആൾക്കാർക്ക് താല്പര്യമില്ല. ഇഷ്ടം പോലെ ഫാമിലീസ് ഉണ്ട്, സിംഗിൾ കപ്പിൾ ഫാമിലീസൊക്കെ ഉണ്ട്. അവർ യൂട്യൂബിൽ ഇഷ്ടം പോലെ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. അത് കാണാനാണ് കുട്ടികൾ കൂടുതൽ താല്പര്യം. റിയൽ ഹ്യൂമൻ ബീങ്സ് കോമഡി പറയുന്നതും ഒരു കളിക്കുന്നതും രസിക്കുന്നതൊക്കെയാണ് കുട്ടികളിപ്പോൾ കാണാനിഷ്ടം. ടോം ആൻഡ് ജെറി പോലും കാണാൻ ആൾക്കാർ ജസ്റ്റ് ഇമാജിൻ. സോ ഈ ഒരു ഫാൻറ്റസി സിനിമ ഏറെക്കുറെ ഒന്ന് ആസ്വദിച്ചിരുന്നു. എവിടെയൊക്കെയോ ചെറിയ വെട്ടിലും തിരുത്തലൊക്കെ വേണമെന്നൊക്കെ തോന്നി. ആൻഡ് ഞാനത് പറയുന്നില്ല, കാരണം ഞാൻ വലിയൊരു മനുഷ്യനല്ല പറയാനായിട്ട്. പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ കൂട്ടി കളഞ്ഞിട്ട് കശാപ്പ് ചെയ്ത് കൊല്ലും. ഹൂ ദ ഹെൽ ആർ യു ടു ടോക്ക് അബൌട്ട് ദിസ് എന്ന് പറഞ്ഞ് എന്നെ കൂടെ കൊല്ലും. സോ ഞാൻ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല. സിനിമ കണ്ട് രസിച്ചു. ബട്ട് ഞാൻ പറഞ്ഞ സെയിം ഡയലോഗ് റിപ്പീറ്റേഷൻ വന്നിട്ടുണ്ട്. അത് എനിക്ക് എന്തോ ഒരു പോരായ്മയായിട്ട് തോന്നി. ആൻഡ് വിഷ്ണു ആസ് യൂഷ്വൽ തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ആൻഡ് മോക്ഷ, അനുശ്രീക്കൊക്കെ എന്താ പറയുക, ഒരു ചെറിയ റോളേ ഉള്ളൂ, ഒരു ഹാഫ് റോളൊക്കെ പോലെയാണ് പോകുന്നത്. ഒരു ഫാൻറ്റസി പടം, ഒരു എന്താ പറയുക, പടം അവസാനിക്കുമ്പോൾ ദേ ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ എന്നും പറഞ്ഞ് സിനിമ അങ്ങോട്ട് കഴിയുന്നു. കോമഡിയൊക്കെ ആയിട്ട് സീരിയസ്ലി ചെയ്തതാണെങ്കിലും കൂടി കോമഡിയൊക്കെ ആയിട്ട് ഫീൽ ചെയ്ത ചില കാര്യങ്ങളുണ്ട്. അതാണ് ഈ ഭഗവതിയുടെ കിരീടം. പിന്നെ ഭഗവതി വന്ന് കുളിക്കാൻ കുളിക്കുന്നതിൻ്റെ ഇടയ്ക്കിൽ ഒരു പാട്ടുണ്ട്. ആ പാട്ടിൽ ഈ കക്ഷി കുളിക്കുന്ന കുറച്ച് സീനൊക്കെ ഉണ്ട്. കൈയൊക്കെ ഇങ്ങനെ കാണിച്ച് അങ്ങനെ കാണിച്ചിരുന്ന കുറച്ച് സീൻസ് ഒക്കെയുണ്ട്. അതൊക്കെ കോമഡി ആയിട്ട് തോന്നി. അതൊക്കെ ഒന്ന് എടുത്ത് കളയാമായിരുന്നു. ഒരു പഴയ ലൈനിലുള്ള ഒരു പ്രേം നസീർ ശീല ടൈപ്പുള്ള ഒരു ഡാൻസ് സ്റ്റെപ്സ് ഒക്കെ എടുത്ത് മാറ്റേണ്ട സമയം. ഗൈസ്, വി ആർ ലിവിങ് ഇൻ 2024 ഗൈസ്. എന്താണത് ഇഷ്ടം ചേഞ്ച് ദാറ്റ് ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടതായിരുന്നു മാത്രമാണ്. അതർവൈസ് ദ ഫിലിം വാസ് നൈസ് ആൻഡ് കൊള്ളാം. 2.5 മണിക്കൂർ ഇരുന്ന് കണ്ടു. അത്ര എന്തെങ്കിലും. സോ ഗൈസ്, if you love watching comedy fantasy movies, this is the one you should try watching it. കണ്ടിരിക്കാം, അത്ര തന്നെ ഉള്ളൂ. ആൻഡ് അത്ര തന്നെ. മോക്ഷ പിന്നെ വേറെ മലയാള സിനിമകളൊന്നും വന്നിട്ടില്ല. ഇറ്റ്സ് എ ഡെബ്യൂ ഫിലിം. ഫസ്റ്റ് ഡെബ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമാറ്റിക്കലി മിസ്റ്റേക്ക്. ഇറ്റ്സ് എ ഡെബ്യൂ ഫിലിം ഇൻ മലയാളം ഫിലിം ഇൻഡസ്ട്രി. അത്രയൊക്കെ തന്നെ. സോ കള്ളനും ഭഗവതിയും പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ യു ക്യാൻ ജസ്റ്റ് ഗെസ് ഔട്ട് വാട്ട് ദ സ്റ്റോറി വിൽ ബി. ഞാൻ പറയാതെ തന്നെ ദി നെയിം സേസ് ഇറ്റ് ഓൾ എന്ന് പറഞ്ഞുകൊണ്ട് ഐ എം വൈൻഡിങ് അപ്പ് ആസ് യൂഷ്വൽ. അടുത്ത പടവുമായിട്ട് വരാം. അണ്ടിൽ ദെൻ സ്റ്റേ ട്യൂൺഡ്.